ഗബ്രിയും രശ്മിനും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. കുറച്ചു സമയം മുൻപ് ലൈവില് രശ്മിനും ഗബ്രിയും തമ്മിൽ പൊരിഞ്ഞൊരു വാക്കുതർക്കമുണ്ടായി. ആ ഒരു പ്രശ്നത്തിൽ ഗബ്രിയുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റോർ റൂമിന്റെ ബെല്ല് റിങ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ സ്റ്റോർ റൂമിലേക്ക് ഓടി. ഗബ്രി അടക്കമുള്ളവരോടി. ഗബ്രി സ്റ്റോർ റൂമിന്റെ അകത്ത് കയറി. പക്ഷേ ഗബ്രി അവിടെ വെച്ചിരുന്ന സാധനം ഒന്നും തന്നെ എടുത്തില്ല. അവിടെ ഉണ്ടായിരുന്നത് ശ്രീധുവിന്റെ മൈക്കാണ്. അപ്പൊ ശ്രീധു ആണ് ആദ്യം ചെന്ന് ഓടി അത് എടുത്തത്. ഗബ്രി തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. സ്റ്റോർ റൂമിന്റെ അകത്ത് കയറി. പക്ഷെ അത് എന്താണെന്ന് എടുത്ത് നോക്കിയില്ല. അപ്പോൾ അവരെല്ലാവരും തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് രശ്മിൻ അവരുടെ ഫ്രണ്ട് കയറി എന്ന് ചോദിക്കുവാണ്, നിങ്ങളെല്ലാവരും എന്തിനാണ് സ്റ്റോർ റൂമിൽ കയറിയത്? എന്തിനാണ് ഓടി അകത്തേക്ക് കയറുന്നത്? ഞാൻ ക്യാപ്റ്റനായിട്ട് ഇവിടെ ഇല്ലേ? ഞാൻ പോയി എടുക്കത്തില്ല എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, സ്റ്റോർ റൂമിൽ കയറരുത് എന്നൊരു നിയമമൊന്നും ഇവിടെ ഇല്ല. ആർക്ക് വേണമെങ്കിൽ സ്റ്റോർ റൂമിൽ കയറാം. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കാതിരുന്നാൽ മതി. ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ അകത്ത് കയറിയതേ ഉള്ളൂ എന്ന് ഗബ്രി പറഞ്ഞു. അപ്പൊ രശ്മി വീണ്ടും എന്തൊക്കെയോ ഗബ്രിക്കെതിരെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഗബ്രിയുടെ ഭാഗത്താണ് ന്യായം. കാരണം സ്റ്റോർ റൂമിന്റെ അകത്ത് കയറരുത് എന്നൊരു നിയമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗബ്രി അങ്ങോട്ട് ഓടി കയറി ചെന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ജാസ്മിൻ രശ്മിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എടാ, അവള് നിന്റെ അടുത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്? അവളല്ലേ ക്യാപ്റ്റൻ, അവൾക്കപ്പൊ അങ്ങനെ തോന്നി, അതുകൊണ്ടല്ലേ പറഞ്ഞത്. നീ എന്തിനാ അവളോട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, ഞാനൊരു റൂള് ബ്രേക്ക് ചെയ്തായിട്ട് തോന്നിയില്ല, എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ സംസാരിച്ച് തീർക്ക്. രശ്മിനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായല്ലേ, അത് നിങ്ങൾ ഇപ്പൊ തന്നെ സംസാരിച്ച് തീർക്ക്. ഞാൻ രശ്മിനെ വിളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പറയുമ്പോൾ ഗബ്രി അവിടുന്ന് എഴുന്നേറ്റ് പോയി. എനിക്ക് അവളായിട്ട് സംസാരിച്ച് പ്രശ്നം തീർക്കൊന്നും വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗബ്രി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഗബ്രി പറഞ്ഞു വന്നത് രശ്മിനായിട്ട് വലിയ കമ്പനി അടിക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിനോട് ഗബ്രി പറഞ്ഞത്. ഗബ്രി നേരത്തെ ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്, ജാസ്മിനെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, നീ ഇവിടുന്ന് പോയാലും എനിക്ക് രശ്മിൻ ഉണ്ടാകുമെന്ന് നീ പറഞ്ഞില്ല എന്ന്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഉണ്ട ഉണ്ടാകുമെന്ന്. അത് ഞാൻ പറഞ്ഞില്ല, അതിനോട് വലിയൊരു തെളിവ് തന്നെയാണ് ഇത് എന്ന് ഗബ്രി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രശ്മിനും ഗബ്രിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.